ഹായ് ഡിയേഴ്സ്, ഇന്നത്തെ മലയാളം ക്ലാസ്സിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കുന്നത് 7ാം ക്ലാസ്സിലെ മലയാളം കേരള പാഠാവലിയാണ്. 7ാം ക്ലാസ്സിലെ എല്ലാ ബുക്കുകളും മാറിയതായി നിങ്ങൾക്കറിയാം. അപ്പം പുതിയ പുസ്തകത്തിൽ നിന്നുള്ള പാഠഭാഗങ്ങളാണ് നമ്മളിന്ന് പഠിക്കുന്നത്. ആദ്യത്തെ യൂണിറ്റ് ഇളങ്കാറ്റ് തെല്ലൊന്നു തൊട്ടെന്നു വന്നാൽ എന്നതാണ്. ഈ യൂണിറ്റിലെ ഭൂമിക്ക് വേണ്ടിയൊരു ലാവണ്യ ദൃശ്യോത്സവം എന്ന പാഠഭാഗമാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും ഈ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഭൂമിക്ക് വേണ്ടിയൊരു ലാവണ്യ ദൃശ്യോത്സവം. എന്തെന്ത് വിസ്മയ കാഴ്ചകളാണ് പ്രകൃതി ഒരുക്കി വെച്ചിട്ടുള്ളത്. ചെറുതും വലുതുമായ ആയിരമായിരം അത്ഭുത കാഴ്ചകൾ. ആരാകിലെന്ത് മിഴിയുള്ളവർ നിന്നിരിക്കാം എന്ന കവിവചനം അന്വർത്ഥമാക്കുന്ന ദൃശ്യഭംഗികൾ ആസ്വദിക്കാൻ കൂടിയുള്ളതാണ് ഈ ജീവിതം. പ്രകൃതി നമുക്കായി ധാരാളം വിസ്മയ കാഴ്ചകൾ ഒരുക്കി വച്ചിട്ടുണ്ട്. അതെല്ലാം നമുക്ക് കാണാൻ വേണ്ടിയിട്ടുള്ളതാണ്. ചെറുതും വലുതുമായ ആയിരമായിരം അത്ഭുത കാഴ്ചകൾ നമുക്കായി ഒരുക്കി വെച്ചിട്ടുണ്ട്. ആരാകിലെന്ത് വലിയവനായാലും ചെറിയവനായാലും മിഴിയുള്ളവർ, അതായത് കണ്ണുള്ളവർ ഈ കാഴ്ച കാണും. ഇതൊക്കെ കണ്ട് ആസ്വദിക്കാൻ കൂടി വേണ്ടിയുള്ളതാണ് ഈ ജീവിതം. പ്രകൃതിയുടെ അതിസുന്ദരമായ ഒരു അത്ഭുതമാണ് കുറിഞ്ഞിപ്പൂക്കൾ. നമ്മുടെ കിഴക്കൻ മലകളുടെ മടിത്തട്ടിൽ അവ പന്തിരാണ്ടിലൊരിക്കൽ പൂത്തുലയുന്നു. നീലക്കടൽ പോലെ നിറഞ്ഞുലാവി ആടിക്കളിച്ചു നിൽക്കുന്ന ആ മനോഹര ദൃശ്യം കാണാൻ നിങ്ങൾ ഒരിക്കൽ പോകണം. കണ്ട് കണ്ണും മനസ്സും കുളിർപ്പിക്കണം. എത്ര വാഴ്ത്തിയാലും മതിയാവാത്ത ഒരു വിസ്മയ ദൃശ്യമാണത്. മൂന്നാറിലെ മലനിരകൾ മുഴുവൻ ഒരു പൂങ്കടൽ. നിങ്ങളെല്ലാം കേട്ടുപരിചയമുള്ള കുറിഞ്ഞിപ്പൂക്കളെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. പ്രകൃതിയുടെ ഒരു അത്ഭുതമാണ് ഈ കുറിഞ്ഞിപ്പൂക്കൾ എന്ന് പറയുന്നത്. ഇത് കിഴക്കൻ മലനിരകളിൽ 12 വർഷത്തിലൊരിക്കലാണ് ഇത് പൂത്തുലയുന്നത്. അത് പൂത്തു നിൽക്കുന്നത് കാണാൻ അല്ലേ, ഒന്നിച്ച് വിരിഞ്ഞു നിൽക്കുന്നത് കാണുന്ന സമയത്ത് അതൊരു നീലക്കടൽ പോലെ തോന്നിക്കുന്നു. ഈ മനോഹരമായുള്ള ദൃശ്യം കാണാൻ ഒരിക്കൽ നിങ്ങൾ പോകണം. പോയാൽ മാത്രം പോരാ, അത് കണ്ട് കണ്ണും മനസ്സുമെല്ലാം നിറയ്ക്കണം അല്ലേ. എത്ര വാഴ്ത്തിയാലും ഈ നീലക്കുറിഞ്ഞി പൂക്കളെക്കുറിച്ച് എത്ര വാഴ്ത്തിയാലും മതിയാവാത്ത അത്രയും മനോഹരമായുള്ള ഒരു വിസ്മയ ദൃശ്യമാണത്. മൂന്നാറിലെ മലനിരകൾ മുഴുവൻ ഒരു പൂക്കടൽ പോലെ തിളങ്ങി നിൽക്കുന്നു. കാറ്റ് വീശുമ്പോൾ തിരയടിച്ചിളകുന്ന പോലെ അവ ഒന്നിച്ചു നൃത്തം വയ്ക്കുന്നു. ആ നൃത്തത്തിന് സംഗീതമുണ്ട്. ആയിരമായിരം വണ്ടുകളുടെയും തേനീച്ചകളുടെയും മന്ത്രസ്ഥായിയിലുള്ള മൂളൻ, ആയിരമായിരം തുമ്പികളുടെയും ചിത്രശലഭങ്ങളുടെയും ചെറുകിളികളുടെയും ചിറകിളക്കങ്ങളുടെ താളമുണ്ട്. ഇളം കാറ്റിൻ്റെ തഴുകലുണ്ട്. ആരുടെയോ മധുരസ്വരത്തിലുള്ള ചിരികളുണ്ട്. വനദേവതകളാവാം, ചെറുചോലകളാവാം. നമ്മുടെ ചുറ്റും മനോജ്ഞവും വൈവിധ്യപൂർണവുമായ ഒരു ജൈവലോകം ഉത്സവം കൊണ്ടാടുകയാണ്. നീലക്കുറിഞ്ഞി തോട്ടത്തിൽ കാറ്റു വീശുന്ന സമയത്ത് തിരയടിച്ചിളകുന്ന പോലെ എല്ലാ കുറിഞ്ഞികളും ഒന്നിച്ച് നൃത്തം വയ്ക്കുകയാണ്. ആ നൃത്തത്തിനുമുണ്ട് ഒരു സംഗീതം അല്ലേ. ആയിരമായിരം കിളികളുടെയും വണ്ടുകളുടെയും തേനീച്ചകളുടെയും എല്ലാം മൂളൽ അവിടെ മനോഹരമായിട്ടുള്ള ഒരു പാട്ടായി മാറുകയും തുമ്പികളുടെയും ചിത്രശലഭങ്ങളുടെയും ചെറുകിളികളുടെയും ചിറകിളക്കങ്ങളെല്ലാം അതിന് താളമിടുകയും ചെയ്യുകയാണ്. ഇളം കാറ്റിൻ്റെ ഒരു തഴുകലും അതിലൂടെ ഉണ്ട്. ആരുടെയോ മധുരസ്വരത്തിലുള്ള ചിരികളുമെല്ലാം നമുക്കവിടെ കേൾക്കാവുന്നതാണ്. വനദേവതകളാവാം, അല്ലെങ്കിൽ ചെറുചോലകളാവാം, നമ്മുടെ ചുറ്റും മനോഹരമായുള്ള ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുകയാണ്. അവിടെയുള്ള ഓരോ ജീവജാലങ്ങളും അത് ഒരു ഉത്സവം പോലെ കൊണ്ടാടുകയാണ്. കുറിഞ്ഞിതേൻ നുകർന്ന് ലഹരി പിടിച്ച വണ്ടുകൾ ആ ഇതളുകളിൽ തന്നെ ചേർന്നുറങ്ങുന്നത് കാണാം. അവയുടെ നീലക്കറുപ്പ് മെയ്യാകെ മഞ്ഞപ്പൂമ്പൊടി പൂശിയിരിക്കുന്നു. വായുവിലാകെ അനിർവചനീയമായൊരു പരിമളം നിറഞ്ഞുലാവുന്നു. ആ വലിയ മലഞ്ചെരിവുകൾ മുഴുവൻ വസന്തം വന്നു നിന്ന് ആഹ്ലാദ നൃത്തം ചവിട്ടുന്ന പോലെ. കണ്ണുകൾ കൂമ്പി ഞാൻ ആ സൗന്ദര്യ ലോകത്തിൽ എല്ലാം മറന്ന് ഏറെ നേരം നിന്നുപോയി. കുറിഞ്ഞി പൂക്കളിൽ നിന്നും തേൻ നുകർന്ന് വണ്ടുകൾ മത്തരാവുകയും അവർ ആ പൂക്കളിൽ തന്നെ കിടന്നുറങ്ങുകയും ചെയ്യുന്ന സമയത്ത് അവരുടെ ശരീരത്തിൽ ഈ പൂമ്പൊടികൾ പറ്റിപ്പിടിക്കുന്നു. അവിടെ എന്തോ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു പരിമളം പരക്കുകയാണ്. ഈ കാഴ്ചകളും അതുപോലെ മലഞ്ചെരിവുകൾ മുഴുവൻ ഈ വസന്തം ആഘോഷിക്കുന്ന കാഴ്ചകളും എല്ലാം കണ്ടുകൊണ്ട് ഞാൻ ഒരുപാട് നേരം അവിടെ അങ്ങ് നിന്നു പോവുകയാണ് എന്നാണ് ഇവിടെ കവയിത്രി പറയുന്നത്. ബാക്കി ഭാഗം അടുത്ത ക്ലാസ്സിൽ പറയാം. ക്ലാസ്സിനെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ
അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം എന്നെ അറിയിക്കുക. കൂടുതൽ മലയാളം ക്ലാസ്സുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ബെൽ ബട്ടണും അമർത്തുക. ഈ ക്ലാസ്സിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ മറക്കരുത്. കൂടാതെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, താങ്ക് യു.